അഹങ്കാരിയായിട്ടുള്ള മറിയത്തിനെ കാണണ്ടാണ്. മറിയം ഇനി റോഷൻസ് വ്ലോഗിൽ ഇല്ല. ഓക്കെ, സന്തോഷമില്ല എല്ലാരും. വ്യത്യാസം എന്താ പട്ടി കേറിയിട്ട് പോലെ ഒരു സൗണ്ട്. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു വിഷമകരമായിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ? അത് പുറത്തുകൾ കാണുമ്പോൾ മനസ്സിലാവും. എന്താണ് അതായത് ഹോസ്റ്റലിലല്ല, കോളേജിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഹോസ്റ്റലിലാക്കണം, അതൊക്കെയാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പൊ സിംഗിത വീട്ടിൽ നിന്ന് പോവാണ്. അമ്മനടുക്ക ഒന്ന് ബൈ പറഞ്ഞിറങ്ങ. പറഞ്ഞല്ല, ഓൾറെഡി അവിടെ കിടത്തില്ല. അതാണ് വ്യത്യാസം. നടന്നിട്ട് വേണമെങ്കിൽ അവിടെ എത്തും. എന്നിട്ടാണ് എന്താണ് ഓക്കെ. സൈബമ്മോളെ ഒരു മുമ്പടുത്തേക്ക്. ഓക്കെ, വാ കേറ വാ. ടൈമായി. നമ്മളിത് കുറച്ച് ലേറ്റ് ആയി പോയി. അതായത് എണീക്കാൻ ലേറ്റ് ആയതാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് അവിടെ പോയിട്ട് വേണം ഇവിടെ ഹോസ്റ്റലിൽ നോക്കാന്. എന്നിട്ട് അതും കഴിഞ്ഞ് ഇവിടെ ആക്കി കൊടുത്തിട്ട് കോളേജൊക്കെ ഇതാക്കിയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇറങ്ങാം, എങ്ങനെ നമ്മള് അതെ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഞാൻ മക്രോണി പറഞ്ഞു, ചിക്കൻ സമൂസ, എനിക്ക് ഒരു മസാല വേണം, ഒരു ഏലാഞ്ചി വേണം, ഒരു ബീഫ് ഇതെന്താ തലച്ചോറ് റോള്. ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ? അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. പിന്നെ ഒരു ഞാനൊരു കാര്യം പറട്ടെ, ഈ കട അവിടെ ഈ കട മൊത്തം ഞാൻ മേടിക്കട്ടെ? അല്ല ഈ ഒറ്റ മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. നോക്ക്, ഞാൻ പോവാണ്. ഇത് പിടിച്ചേ, ഞാൻ രക്ഷപ്പെടട്ടെ. അത് വിചാരിച്ചിട്ട് ഈ ഷോപ്പ് മൊത്തം മേടിക്കാം. ഇനി ഓരോന്ന് ഞാൻ മക്രോണി പറയാം. മക്രോണി ടേസ്റ്റ് നോക്കിയിട്ട് മറ്റേ തലച്ചോറൊന്ന് മേടിക്കാം. ബ്രോ ഒരു തലച്ചോറ് എടുക്കും അല്ലേ? ടേസ്റ്റ് നോക്കാം. ഉള്ളിൽ പോയിരുന്നാലോ? മഴ കൊള്ളണ്ടല്ലോ. ചിക്കൻ പൊക്കോട ഉണ്ട്. ചിക്കൻ പൊക്കോട ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാ അറിയോ? ഇപ്പൊ അവിടെ പോയിരിക്കാം. വാ, അവിടെ പോയിരിക്കാം. എങ്ങനെയുണ്ട്? ഒരു സമോസ ലവറാണ് അവൻ. നിന്റെ ഫേവറേറ്റ് കടി സമൂസ അല്ലേ? സ്നാക്ക് ഐറ്റം. തലച്ചോറ് നോക്ക്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. തലച്ചോറ് കഴിച്ചിട്ടില്ല. അപ്പം ഇതിന്റെ ടേസ്റ്റ് നിനക്ക് എങ്ങനെ മനസ്സിലാവുക? ഞാൻ വെച്ചിട്ടുണ്ട് ബീഫിന്റെ തലച്ചോറ്, ആടിന്റെ തലച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനോ ഒരു ദിവസം കൂടെ മറിയത്തിന് ഇതൊക്കെ മേടിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞു. ഞാനാണ് അവളോട് പറഞ്ഞത് ബജി ഇതൊക്കെ ഉണ്ട് അവിടെ, നമുക്കൊന്ന് പോയിട്ട് കഴിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞത് അല്ലേ? അപ്പൊ നീ അഗ്രി ചെയ്തില്ല? അതിനെക്കാട്ടി ഇഷ്ടല്ലേ ഫൈബല്ലേ? ഇനി എത്ര കഴിക്കാൻ നമുക്ക്? ചിക്കൻ പൊക്കോട തുടങ്ങി, അതേപോലെ തന്നെ മക്രോണി വന്ന്, നല്ല ചൂട്, നല്ല മഴ പുറത്തുണ്ട്, ഓക്കെ, നല്ല തണുപ്പുണ്ട്, അതിന്റെ കൂടെ നല്ല ചൂട് ഫുഡും. ചിക്കൻ അല്ല ഫ്ലേവർ. ഇപ്പൊ മാക്ക് ആൻഡ് ചീസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഏതാ ഫ്ലേവർ? അതേതാ? ഇനി ഞാനും കഴിക്കാം. അപ്പൊ ശരി കേട്ടാ, ഇല്ലെങ്കിലും ഒക്കെ അവ കഴിച്ചു തീർക്കും. മതി. എങ്ങനെ പൊളിയല്ലേ? കിട്ടിയില്ല സാധനം കേട്ടോ.
ചിക്കൻ പക്കോടി അടിപൊളിയാണ് കേട്ടോ കഴിച്ചത്. ഇതെന്താ വന്നതും പോയതും അറിഞ്ഞില്ലല്ലോ. അപ്പൊ നമുക്ക് വയറൊന്ന് സെറ്റായി. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഡൗൺ ഇപ്പൊ കോട്ടക്കൽ എത്തിയപ്പോൾ ഡൗണും വൈബിലായിരുന്നു അല്ലേ. ഫുഡ് കിട്ടിയപ്പോ എന്താ അറിയില്ല വല്ലാത്ത സന്തോഷം വന്നു. എന്ത് മനസ്സിലാക്കാം ഒന്നുമില്ല. ഞാൻ കൂടുതൽ ഇവളോടാണ് മനസ്സിലായി. ഫുഡിനോടാണ് അത് മനസ്സിലായി. ഒരു തുള്ളി പാസ്ത പോലും മക്രോണി പോലും വച്ചിട്ടില്ല. ഓക്കെ കൊറേ പണിയുണ്ട്. അപ്പൊ റോഷ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും അഭ്യർത്ഥന പ്രമാണിച്ചുകൊണ്ട് മറിയം റോഷൻസ് വ്ലോഗിൽ നിന്ന് മാറി നിൽക്കാൻ പോവാണ് ഗൈസ്. ഇനി എന്നോട് വരണ്ടെന്ന് പറഞ്ഞേക്കുന്നത് മനസ്സിലായോ? അയ്യോ കണ്ടില്ലേ നീ കമന്റ്സ് ഒന്നും? ഇനി എന്നോട് വരണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി മറിയത്തിന് ഞങ്ങൾക്ക് വ്ലോഗിൽ കാണണ്ട. ഞങ്ങൾക്ക് ഈ അഹങ്കാരിയായിട്ടുള്ള മറിയത്തിനെ കാണണ്ടാണ്. അതെ. അപ്പൊ നിങ്ങളോടൊക്കെ ഉള്ള റെസ്പെക്ട് മൂലം മറിയം ഇനി റോഷൻസ് വ്ലോഗിൽ ഇല്ല. ഓക്കെ, സന്തോഷമില്ല എല്ലാവർക്കും. ഇനി നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാടങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിടല്ലേ, ഫുള്ള് വെള്ളങ്ങള്. നമ്മളങ്ങട് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ മുഴുവൻ എല്ലാം കവിഞ്ഞു. ഇത് നോക്കിയേ ഇത് എന്തിനാന്ന് ഒരു കാര്യത്തിലും മനസ്സിലാവാത്തൊരു സംഭവം ഇത് മാത്രം. എന്തിനാന്ന് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. കൊറേ നടത്തുന്ന ഫാസ്റ്റാക്കും ഇല്ല തോന്നുന്നില്ല. വെറുതെ ഇങ്ങനെ മേടിക്ക. ചിലരൊന്നും മേടിക്കും, ചിലരൊന്നും മേടിക്കൂല. പട്ടി കേറിയിട്ട് പോലെ ഒരു സൗണ്ട്. എന്റെ ഭാര്യ പോവാണ്. ഇങ്ങനെ വിഷമിക്കില്ലേ? സന്തോഷം ഉള്ളില് എന്തനാ മനസ്സിൽ ലഡു പൊട്ടി ഗായ്സ്. തിരുനാവായ എത്തിട്ടോ നമ്മളങ്ങനെ. തിരുനാവാഴ തിരുനായ വായാന്ന് ഞാൻ പറയുന്നത്. ഞാൻ വാഴാന്ന് പറഞ്ഞല്ലേ. തിരുനായ എന്നാണ് പോലും. അതിന്റെ അടിയിൽ ഞാൻ കമന്റ് കണ്ടു തിരുനായ എന്നാണ്. അല്ല, ഇവര് അതിനെ ഭയങ്കര ഈസി ആയിട്ട് വിളിക്കുന്നത് തിരുനായ എന്നാണ്. ഞാൻ അതിന്റെ അടിയിൽ ഞാൻ കമന്റ്സ് ഒക്കെ നോക്കാറില്ല. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഓഡിയൻസ് നമ്മളെ ചാമ്പോ അല്ല, ചിലര് പറഞ്ഞ ചാമ്പിയായിരുന്നെങ്കിലും ചെലപ്പോ ഞാനായിട്ട് പറയാൻ പറ്റില്ല എന്നെ ചാമ്പിയത്. ഭാരതപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ ഭാരതപ്പുഴ ഫുള്ള് വറ്റി വരണ്ട് കിടക്കാറുണ്ട്. നമ്മളെ ഇതില് പറഞ്ഞിട്ടുണ്ടായി, കാണിച്ചിട്ടുണ്ടായില്ലേ? ചില ഭാഗങ്ങളിലൊക്കെ വെള്ളമുണ്ട്, ചില ഭാഗത്തൊന്നും ഇല്ല. അതിന് നമ്മള് വന്നത് ഒരാഴ്ച മുമ്പറ്റല്ലേ? അല്ല, വന്നിട്ട് കൊറേ ആയി. ഒരു 2 ആഴ്ച ആയി. 2 ആയോ? 2 ആഴ്ച ആയി. 2 ആഴ്ച 2 ആഴ്ചനല്ലേ 2 വീക്സ്. അയ്യോ, എന്തേലും പറഞ്ഞാ? അല്ല, കുറച്ച് പിന്നെ എന്തോ പറഞ്ഞില്ല. ഉറക്കം വരുന്നത് പറഞ്ഞതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് അതെനിക്ക് വിഷമം വന്നാലും സങ്കടം വന്നാലൊക്കെ ഉറക്കണം. നല്ല ഭക്ഷണം വേണം. നമുക്ക് സങ്കടമൊക്കെ വന്നാലും നമ്മള് കുറച്ചു നേരം എന്താ പറയാ ആ സങ്കടപ്പെട്ട് തീരും. പക്ഷെ ഇവന് ഫുഡ് വേണം, പിന്നെ ഉറങ്ങി അങ്ങോട്ട് തീർക്കും ആ ദിവസം. അന്ന് ഒരാളോടും മിണ്ടാട്ടില്ല, ഒന്നും മിണ്ടൂല, സംസാരിക്കില്ല, സൈലന്റ് ആയിട്ട് ഉറങ്ങി തീർക്കില്ല. അതല്ലേ നല്ലത്. മറ്റുള്ള അല്ലാതെ അല്ലെ മറ്റേ നമ്മൾ ഓണായി നിന്നിട്ട് വെറുതെ ഓരോ സങ്കടങ്ങളും ടെൻഷനും അല്ലെ മറ്റുള്ളവരൊക്കെ വിഷമം കൊടുത്ത് എല്ലാം മറക്കാം. അതാണല്ല മറക്കാം, എല്ലാം മറക്കാം. ഹിറ്റ് ചെയ്യുന്നേ നമ്മള് കുറ്റിപ്പോലെ എത്തിട്ടോ. റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്നേ. കൊഞ്ച് കഴിഞ്ഞ നീ പോകും. കൊഞ്ച് കഴിഞ്ഞ പോകില്ല, ഞാൻ നാളെ പോകുള്ളൂ. അങ്ങനെ പറയല്ലേ? ഓൾക്കെ ഇവിടെ പിന്നെ ഇതാക്കാനോ എന്നുള്ള പരിപാടി. അല്ലാട്ടോ, എനിക്ക് അത്ര വിഷമുണ്ടെന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ കൊറേ വിഷമങ്ങളൊന്നും ഞാൻ കാണിക്കൂല. കൊറേ ഞാൻ ഉള്ളിൽ ഒതുക്കും. കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ.
കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. എന്ത് സാധനം ഇവൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നല്ല വിഷമുണ്ട്. പിന്നെ ഇവര് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അപ്പൊ പിന്നെ അവർക്ക് സന്തോഷായിരിക്കും. റോഷന്റെ സങ്കടം ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ എന്നോട് തിരിച്ചു വരാൻ പറയും. ഇവര് തിരിച്ചു വരാൻ പറഞ്ഞു ഞാൻ വരാം. അവരൊരിക്കലും പറയില്ല. ഇല്ല, പറയട്ടെ, ഇത്രയും കാലം ഞാൻ കമന്റ് ബോക്സ് അത്രയും നോക്കുന്ന ഓക്കെ, നിങ്ങൾ പറയണം. ഞാൻ കമന്റ് ബോക്സ് അത്രയും നോക്കുന്ന ആളാ. എനിക്കറിയാം മെജോറിറ്റി ഓഫ് നമ്മുടെ ഓഡിയൻസിനും എന്റെ എന്റെ ഒരു സ്വഭാവങ്ങളെ. പക്ഷെ ഇവർക്ക് ആർക്കും എന്നെ അറിയില്ല. അറിയാണ്ടാണ് ഇവര് ജഡ്ജ് ചെയ്യുന്നത്. അല്ല, അങ്ങനല്ല. നീ ആലോചിച്ച് വെക്കണം. പറയാം, നിങ്ങളൊരു പ്രയോറിറ്റി ആൾക്കാരില് വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഈ കമന്റിൽ ഇതാക്കുന്നത്. അതായിരിക്കാം, എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ മെജോറിറ്റി കമന്റ്സ് ഞാൻ നോക്കില്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാര്യങ്ങൾ. വേറൊരു കാര്യമുണ്ട്, നെഗറ്റീവ് പല ആൾക്കാർ പല ടൈപ്പിൽ പറയും. ചിലപ്പോൾ നമ്മളടുത്ത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും. പിന്നെ ചില ആൾക്കാർക്ക് ചില ഭാഗത്തേക്ക് അവരെ ആ ഒരു വളർന്ന സാഹചര്യങ്ങൾ, അവരെ ഒരു ചിന്താഗതിയിലും ചിലപ്പോ അത് തെറ്റായിരിക്കാം, നമുക്കത് ശരിയായിരിക്കാം. നമുക്ക് ശരിയുള്ള ഒരു തെറ്റായിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് ബ്രോ, ഇവര് എന്നെ ഇത് ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാരും എന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എനിക്ക് ഒരു കാര്യത്തിന് ഡിസഗ്രിമെന്റ് ഡസന്റ് മീൻ ഡിസ്റെസ്പെക്ട്. അതായത് എനിക്ക് ഒരു സാധനത്തിനോട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാല് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് റെസ്പെക്ട് ഉണ്ട്, പക്ഷെ എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടല്ലേ. അത് എനിക്ക് എന്താ പറയാനുള്ള? അത് ശരി. അതായത് ഇവള് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നും അനുസരിക്കുന്നില്ല എന്നുള്ള സംഭവമൊന്നുമില്ല. കാരണം ഇവിടെ അനുസരിക്കുന്നതും റെസ്പെക്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളിൽ ഇതുണ്ടാവും. അതൊരു ഇപ്പൊ നമ്മളെ ചിന്താഗതി ആവൂല. നമ്മളെ ഉമ്മമാർക്കും നമ്മളെ ഉപ്പമാരും വളർന്ന സാഹചര്യം നമ്മൾ വളർന്നല്ലോ. അപ്പൊ അതിന്റേതായ ഓരോ മാറ്റങ്ങളും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. ഞാനും റോഷനും തമ്മിൽ തന്നെ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നീ എന്നെ ഒരു വയസ്സിലൊക്കെ ഞാനിപ്പോഴും പറയുന്നത് ഞാൻ 2K കിട്ടി, ഇത് തന്തോ 90s വസന്തം ഞാൻ പറയാറ്. ഞങ്ങൾക്കിടയിലും ഉണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് ഉണ്ടാവും. 90s നമ്മളെ ആൾക്കാർ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. 90s ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ഭാഗ്യമുള്ളത്. അതിന്റെ കാരണം ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ മൊബൈലിന്റെ ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, മൊബൈൽ ഇല്ലാത്ത ടൈം മുതൽ മൊബൈൽ ഉള്ള ടൈം വരെ ഉള്ളത്, അതും അതിന്റെ ഏതൊക്കെ ടൈപ്പിലേക്ക് അത് മാറി എങ്ങനെയായിരുന്നു ആ ടൈം. അതേപോലെ ഇപ്പോഴുള്ള കുട്ടികൾ ജനിക്കുമ്പോ തന്നെ എന്താണ് ഒരു മൊബൈലൊക്കെ കിട്ടുന്നതിനെ കൊണ്ട് അവർക്ക് ആ ടൈമിൽ എന്തായിരുന്നു വൈബ് എന്ന് അറിയില്ല. സത്യമുള്ള ഓരോ സാധനങ്ങള് ഞാനിങ്ങനെ പഴയ മൂവീസ് ഒക്കെ കാണുമ്പോ ചില സാധനങ്ങൾ കാണുമ്പോ പക്ഷെ ഇതെന്തായിരുന്നു ഇവന്റെ അടുത്ത് പഴയ ഇവിടെ ഒരു കാര്യത്തിലേക്ക് ഇവളോട് അസൂയ എന്താ പറഞ്ഞാല്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവീസ് പഴയ മൂവീസൊക്കെയാണ്. ഏതിലും ആ പഴയ മൂവീസ് മലയാളത്തിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത, മലയാളമായിക്കോട്ടെ തമിഴായിക്കോട്ടെ, ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് മൂവീസ് ഇവളിപ്പോഴും കണ്ടിട്ടില്ല. സോ അവൾക്ക് ഇനി നല്ല കിഡിലൻ മൂവീസ് കാണാൻ ടൈമുണ്ട്. നമ്മളത് കണ്ടതാ 10 വട്ടം കണ്ട പടം ആയിക്കോട്ടെ, 50 വട്ടം കണ്ട പടം പോലും ഇപ്പോൾ ചിലതൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കാണ്, പഠിച്ചോനെ നോക്കി എന്നും വെച്ചിട്ട് നല്ല പടങ്ങൾ കാണാണ്ടല്ലോ എന്ന്. അതെ, ഞാൻ ഓരോ ദിവസം ഓരോ പടം വെച്ചാ കാണുന്നത്. നല്ല സുഖമായിട്ട്. ഇപ്പൊ അടുത്ത് ഞാന് കുണുക്കിട്ട് പോയി ഞാൻ ഭയങ്കര കോമഡി പടം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് ചോദിക്കും, ആശാ ഒരു പടം സജസ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് പടങ്ങളൊന്നും ഇല്ല. കണ്ട ഇപ്പൊ ഓള് പോവാനായപ്പോ ഇവിടെ എത്താൻ ഓള ഈ കോളേജിന്റെ സ്ഥലത്താനായപ്പോ റോ എന്നുള്ളതൊക്കെ റോഷായി. ഇതന്നെ ഞാൻ പറഞ്ഞു തിങ്ക് ചെയ്തിട്ട് പോലും ഇല്ല റോ. ഇതന്നെ ഞാൻ പറഞ്ഞു. ഹലോ, ആ ചേട്ടാ, ഞാനേ എന്റെ ഒരു സുഹൃത്ത് തന്ന നമ്പറാണ്. നമ്മള് ഓരോ PGകളും ഓരോ ഹോസ്റ്റലും PG ഇങ്ങനെ തപ്പാണ് അല്ലേ? ഇപ്പൊ ഒന്ന് ഇവിടെ ഈ ഭാഗത്തുണ്ട്, അപ്പൊ അതൊന്ന് പോയി നോക്കട്ടെ. നല്ല ടൈം, മഴ നോക്കി, നല്ല മഴ. ഫൈനലി നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മള് നോക്കട്ടെ എങ്ങനെയുണ്ട്, എന്നിട്ട് തീരുമാനിക്കാം. അടുത്ത സ്ഥലത്ത് പോവാണ്ട് കഴിഞ്ഞില്ല. അത് ഞാൻ നോക്കിട്ട് കറക്റ്റ് ചെയ്തിട്ട് വിടുള്ളൂ. ഇവന് ഞാൻ പോകുന്നതിൽ എന്തോ ഒരു അസൂയ ഞാൻ മണക്കുന്നത്. എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്തതിലുള്ള അസൂയല്ലേ. നമ്മതൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഇനിയും പോകാൻ തോന്നുന്നുണ്ടോ? ഇവിടത്തെ മെയിൻ പുള്ളിയെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെ, എടപ്പാള് ഡോൺ നമ്മളെ കയ്യിലുണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ.
തിളങ്ങണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടില്ലേ? തിളങ്ങണ മറ്റേ മിനുസുള്ള വെൽവെറ്റ് അതന്നെ. വെൽവെറ്റ് അതന്നെ. അപ്പൊ ഇതാ നല്ല റോഡ് കുലുങ്ങി അങ്ങനെ നല്ല മഴയത്ത് ഇവള് നമ്മളെ വീണ്ടും ചായ കഴിക്കാൻ വേണ്ടി പോകണം. ഇന്ന് ഒരു ചായയുടെ ആയിട്ട് മൊത്തം നല്ല മഴയാണ് അല്ലേ? ചായയുടെ ആയി. ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ക്ലിയർ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എത്രാമത്തതോ? എത്രണ്ണം കഴിച്ചു? എന്തൊക്കെ കഴിച്ചു? ഇത് നോക്കി. ഈ ശരീരം കണ്ടാൽ ആരെങ്കിലും പറയോ? അങ്ങനെ നമ്മളിതാ ഇവിടെ തൽക്കാലത്തിന് ഇന്നത്തേക്ക് നമ്മുടെ ഈ ഒരു തെരച്ചില് നിർത്തിയിരിക്കുകയാണ് അല്ലെ? എന്ത് റൂം തെരച്ചില്. തൽക്കാലം നമ്മക്ക് കിടക്കാനും ടയേർഡാണ് നല്ല. അപ്പൊ നമുക്ക് കിടക്കാനുള്ള ഒരു റൂം ഇതാ ഇവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ റൂമിലെത്തിട്ട് ബാക്കി പറയാം. എന്റെ ഒന്ന് നിർത്തട്ടെ. നല്ല മഴ. ഒരു ഹെറിറ്റേജ് ഹോട്ടൽ പോലെ അതെ ഒരു റിസോർട്ട് വൈബാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? അല്ലാ. അങ്ങനെ നമ്മളിതാ ചെക്കിൻ ആയിരിക്കാണ്. ഇതൊരു ഹെറിറ്റേജ് ടൈപ്പ് അല്ലേ? കുറച്ച് പുരാതനമായ കല്ലൊക്കെ കണ്ടില്ലേ? അങ്ങനെ നല്ല ടയേർഡാണ്. നല്ല തലവേദന ഉണ്ട്. കാലൊക്കെ ഫുള്ള് മഴ ആയതുകൊണ്ട് കാലിന്റെ എന്തോ അവസ്ഥ ആയിക്കണ്. കാലൊക്കെ ചീഞ്ഞ അവസ്ഥ ആയിക്കണ്. സോ നല്ല ടയേർഡാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും നാളെ തപ്പല് തുടങ്ങണം. ഇവിടെ കോളേജില് ആക്കിയിട്ട് ഞാൻ പോണുള്ളൂ. അതെ ഇതുവരെ എനിക്ക് തോന്നുന്നു ഹോസ്റ്റല് PG ഒന്നും അല്ലേ സെറ്റ് ആയിട്ടില്ല. ചിലപ്പോ നമ്മള് നേരത്തെ കണ്ടതാക്കും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത്. പക്ഷെ ഞാനൊരു ആളോട് പറയാം, എടപ്പാള് ഉള്ള ആൾക്കാരാണെങ്കിൽ കാരണവരോട് നല്ലൊരു ഓപ്ഷൻ പറഞ്ഞതാ. നിങ്ങളൊരു ബിൽഡിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലേഡീസ് PG അല്ല PG അല്ല ഹോസ്റ്റൽ സെറ്റ് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ നോക്കി ഇത്രയും തപ്പിയിട്ടൊന്നും ഇവിടെ കുറച്ച് കോളേജുകളൊക്കെ ഉണ്ട്. 2-3 കോളേജൊക്കെ കോളേജുണ്ട്. അതന്നെ അതെ ഇവിടെ കോളേജിൽ നിന്ന് തന്നെ 2 പേര് ഞങ്ങൾ അവിടേക്ക് വിളിച്ചപ്പോ തന്നെ അതിന്റെ തൊട്ടടുത്ത് ഹോസ്റ്റലൊന്നും ഇല്ല. അപ്പൊ 2 പേര് തന്നെ അവിടുന്ന് ഇതേമാതിരി കോഴിക്കോടുള്ള ആൾക്കാർ തിരിച്ചു പോയി എന്നാ പറഞ്ഞത്. പക്ഷെ ഇവൾക്ക് ഇവിടെ ഒന്ന് ഇതാക്കണം, പഠിച്ച് നോക്കണം എന്നുള്ള ഒരു ഇതുണ്ട് അല്ലേ? ഇൻട്രസ്റ്റഡ് ആണ്. ഇനിയിപ്പോ എത്ര എന്തായാലും അറിയില്ല. എന്തായാലും ഓള് ഇൻട്രസ്റ്റ് പോലെ തന്നെ നടക്കട്ടെ. സോ ഇവിടെ എടപ്പാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റലൊക്കെ തുടങ്ങി നല്ല ഹോസ്റ്റൽ തുടങ്ങിയാൽ നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടാ. അടുത്ത ദിവസം വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ബൈ.